ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു ദിവസം നൈറ്റിന് ഒരു ചേച്ചി ബിരിയാണി കൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും വിചാരിച്ചു എന്നാൽ ഇന്ന് നമുക്ക് ബിരിയാണി പോയി മേടിച്ചുകൊണ്ട് പോയാലോ എന്ന്. ശരിയെന്ന് പറഞ്ഞ് ബിരിയാണി തപ്പി പോയത്. ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നാൽ ശരി ആ കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു തട്ടുകടയാണ്. അവിടെ ചെന്നപ്പോൾ ചീറ്റിപ്പോയി, ബിരിയാണി അന്നില്ല. വൃശ്ചിക മാസം ആയതുകൊണ്ട് ആഴ്ച ഒരു വട്ടേ കാണത്തോളം എന്ന് പറഞ്ഞു. മറ്റേത് എപ്പോഴും കാണുമായിരുന്നെന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ വേണ്ടി പിന്നെ വിചാരിച്ച് ചൂടോടുള്ള പൊറോട്ട ബീഫ് കറി 60 രൂപയ്ക്കെന്ന് പറഞ്ഞു. അപ്പം ശരി ഞങ്ങൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവളുടെ കോലം കാണിക്കല്ലേ എന്ന് പറഞ്ഞ് വന്നു, ഒരുങ്ങിയിലടി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ കാണിച്ചേട്ടാ. പിന്നെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. ആ കല്ലൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നു. തട്ടുകടയിൽ വരുന്ന എല്ലാവരും ബിരിയാണി ആദ്യം ചോദിക്കുന്നത്, പിന്നെ പൊറോട്ടയിൽ ഒതുക്കി പോവുകയാണ്. പൊറോട്ട കൊണ്ടുവന്നപ്പോൾ നല്ല മണമാണെന്ന് ആ ബീഫ് കറിക്ക്. പൊറോട്ട നല്ല മൊരിഞ്ഞിരിക്കുന്നു. ഞാൻ പൊറോട്ടയെ പറ്റി ഇത്രയും ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടില്ല എവിടെയാണെങ്കിലും. ഞാൻ വീട്ടിൽ പോലും അങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ ഈ തട്ടുകടയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ചിലപ്പോൾ ചൂടോടെ അത് അന്നേരം കഴിച്ചുകൊണ്ടായിരിക്കും. ഞാനിരുന്ന സ്ഥലത്ത് തൊട്ടടുത്തൊരു ബേക്കറി കടയായിരുന്നു കേട്ടോ. അതിൻ്റെ ഡോറ് തുറന്ന് എൻ്റെ കൈ വന്ന് അടിച്ച്. അന്നേരം തന്നെ അവിടുത്തെ മാമൻ അടച്ച്. എനിക്കാണെങ്കിൽ അതിൻ്റെ മണവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബീഫ് കറിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണി തപ്പി എല്ലാവരും വരുന്നത്, പിന്നെ പൊറോട്ടയിൽ ഒതുക്കിപ്പോയി. പക്ഷേ അതിലൊരു ദുഃഖവും വേണ്ട, പൊറോട്ടയും ബീഫ് കറിയും അടാർ ടേസ്റ്റ് തന്നെയാണ്. അവിടുത്തെ മാമനാണെങ്കിൽ ചൂടോടെയാണ് പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. ഞങ്ങളാണെങ്കിൽ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കുന്തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു. 4 പൊറോട്ടയും ബീഫ് കറിയാണ് 60 രൂപയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഒരെണ്ണേ മേടിച്ചോളൂ. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് തീർന്നപ്പം പിന്നെയും കൊതി മൂത്ത് പിന്നെയും വിചാരിച്ചാൽ നമുക്ക് 2 എണ്ണം കൂടി മേടിക്കാമെന്ന്. ഞങ്ങൾ 2 എണ്ണം കൂടി എക്സ്ട്രാ മേടിച്ച് അതിൻ്റെ കൂടെ തന്നെ ബീഫ് കറിയും തന്നേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പിന്നെയും മേടിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ അവിടുത്തെ ചേട്ടൻ ചോദിച്ച് വീഡിയോ എടുക്കുന്നത് എന്തിനാണ്, യൂട്യൂബ് ചാനലിലാണോ? ഞങ്ങൾ പറഞ്ഞാൽ അതെ. അവർക്കത് മനസ്സിലായും ചെയ്തു. അപ്പം പറഞ്ഞ് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഈ തട്ടുകട വരുന്നത് ശങ്കേഴ്സിൽ നിന്ന് കടപ്പാക്കടയിലോട്ട് പോകുന്നിടത്ത് 2ാമത്തെ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.